ഏവർക്കും കോൺസെപ്റ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് ജയകുമാർ. ഞാൻ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് എടുക്കുന്ന വിഷയം ഫിസിക്സ് ആണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLC അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മലയാളത്തിൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങളെന്ന് പറയും. വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ. അപ്പോൾ നമ്മളെ ചുറ്റും അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ലോകത്തിന് ഇത്രയധികം വികസനം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ കാരണം എനർജിയുടെ കൺവേർഷനിലൂടെയാണ്, അല്ലെങ്കിൽ ഊർജത്തിനെ വിവിധ രൂപങ്ങളിലേക്ക് മാറ്റാൻ കഴിഞ്ഞത് മൂലമാണ് എന്ത് ചെയ്യുന്നത്, ലോകത്ത് ഏറ്റവും കൂടുതൽ വികസനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ തന്നെ ഈ എനർജികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഏത് എനർജിയുടെ ഇലക്ട്രിക്കൽ എനർജിയുടെ ഫലങ്ങളെ, എഫക്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എനർജി രൂപമായ ഇലക്ട്രിക്കൽ എനർജിയുടെ എന്തിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, എഫക്ട്സിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ഈ ചാപ്റ്ററും ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്ക് പറയാം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതെന്താണ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എനർജി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കുകയില്ല. ബട്ട് ഇറ്റ് ക്യാൻ ചേഞ്ച് വൺ ഫോം ടു അനദർ ഓർ ട്രാൻസ്ഫർ വൺ ഫോം ഇൻ ടു അനദർ. ഇതിനെ ഒരു രൂപത്തിൽ നിന്ന് നമുക്ക് എന്തിലേക്ക് മാറ്റാൻ കഴിയുന്നു, മറ്റൊരു രൂപത്തിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയുന്നു. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് പ്രധാനപ്പെട്ട എനർജി ഫോമായ ഇലക്ട്രിക്കൽ എനർജിയുടെ എഫക്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എഫക്ട്സ്, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് 9ാം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്കറിയണം. 9ാം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്തതിന് ശേഷം ഏതിലേക്ക് പോകാം, ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ പാഠത്തിൻ്റെ പേരെന്താണ്? എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ നമ്മൾക്ക് വേണ്ടിയത് അറിയാവുന്നതാണ്, എന്താണ് ഇലക്ട്രിക് കറണ്ട്, അപ്പോൾ എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഇത് എന്തിൻ്റെ ഒഴുക്ക് എന്ന് പറയാം, ചാർജിൻ്റെ ഒഴുക്കെന്ന് പറയാം. എന്തിൻ്റെ ഒഴുക്കെന്ന് പറയാം? ചാർജിൻ്റെ ഒഴുക്ക്. സിമ്പിളായിട്ട് എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാം, ഇത് എന്തിൻ്റെ ഒഴുക്കെന്ന് പറയാം, ചാർജിൻ്റെ ഒഴുക്കാണ്. ഫ്ലോ ഓഫ് ചാർജിനെ സിമ്പിളായിട്ട് നമുക്ക് എന്തെന്ന് പറയാം, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പറ്റി, ഈസ് ദ ഫ്ലോ ഓഫ് ചാർജസ്. ഇത് കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നു. ഇലക്ട്രിസിറ്റി കൂടുതലായിട്ടും പാസ് ചെയ്ത് പോകുന്ന ഏതിൽ കൂടിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കണ്ടക്ടറിൽ കൂടിയാണെന്ന് പഠിച്ചിട്ടുണ്ട്. എന്തിൽ കൂടിയാണ്? കണ്ടക്ടർ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്നു, ഇറ്റ് ഈസ് ദി ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രിസിറ്റി ഈസ് ദ ഫ്ലോ ഓഫ് എന്തിനെ പറയുന്നു, ഫ്രീ ഇലക്ട്രോൺ. സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ പ്രവാഹത്തെ, ഫ്ലോയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നാണ്. നമ്മൾക്കുള്ളതിൽ വെച്ച് അല്ലെങ്കിൽ ലഭ്യമായതിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റിന് സഹായിച്ച അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജരൂപം എന്ന് പറയുന്നതാണ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മൾ പഠിക്കുന്നു എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പഠിക്കുന്നു. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ചാർജ്. ഇനി ഒരു കണ്ടക്ടറാണ് എടുക്കുന്നതിൽ നമുക്ക് എന്താണെന്ന് പറയാം, ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺ. ഫ്രീ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. നമ്മുടെ കയ്യിൽ ഒരു ആറ്റമുണ്ട്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്ന പേര് ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു, ഷെല്ലിൽ കൂടി എന്ത് ചെയ്യുന്നു, വലം വെച്ചുകൊണ്ടേയിരിക്കുന്നു. ഓർബിറ്റിൽ കൂടി എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനി വാലൻസ് ഷെല്ലിലെ അല്ലെങ്കിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ വിളിക്കുന്ന പേരാണ് ഏത് പേരിൽ വിളിക്കുന്നത്, ഫ്രീ ഇലക്ട്രോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഏറ്റവും വെളിയിലെ ഷെല്ലിലെ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, ഫ്രീ ഇലക്ട്രോണുകൾ എന്നറിയപ്പെടുന്നത്. ഇനി ഒരു ആറ്റത്തിൽ ഫണ്ടമെന്റലായിട്ട് 3 പാർട്ടിക്കിളാണ് കാണപ്പെടുന്നത്. നമുക്കറിയാം, ഒന്ന് പ്രോട്ടോണാണ്, 2 ന്യൂട്രോണാണ്, 3 ഇലക്ട്രോണാണ്. അപ്പോൾ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഒരു ആറ്റത്തിലെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഏതാണ്, പ്രോട്ടോണും ന്യൂട്രോണുമാണ്. അത് നമുക്കറിയാം.
ഇനി ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കാണപ്പെടുന്നതിന്റെ പേരെന്താണ്? ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഏത് ചാർജ് എന്ന് നമുക്കറിയാം, നെഗറ്റീവ് ചാർജ്. ഒന്ന് ഓർത്തിരിക്കുക, ഇലക്ട്രോൺ ഏത് ചാർജ് എന്ന് പറയപ്പെടുന്നു? നെഗറ്റീവ് ചാർജ്. പ്രോട്ടോൺ ഏത് ചാർജ് എന്ന് പറയപ്പെടുന്നു? പോസിറ്റീവ് ചാർജ്. അപ്പോൾ പ്രോട്ടോൺ പി എന്ന് പഠിച്ചാൽ മതി. പി പ്രോട്ടോണിന് ഏത് ചാർജ്? പോസിറ്റീവ് ചാർജ്. ന്യൂട്രോണിന് എന്തില്ല? ചാർജ് ഇല്ല. ഇവ രണ്ടും എവിടെ കാണപ്പെടുന്നു? ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്നു. പ്രോട്ടോണും ന്യൂട്രോണും എവിടെ കാണപ്പെടുന്നു? ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് ന്യൂക്ലിയസിന്റെ ചാർജ് നമ്മുടെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? പോസിറ്റീവ് ചാർജ്. അപ്പോൾ ന്യൂക്ലിയസിന്റെ ചാർജ് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം പോസിറ്റീവ്. ഇലക്ട്രോണിന്റെ ചാർജ് ഏതാണ്? നെഗറ്റീവ്. എന്തുകൊണ്ട് ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് വന്നു എന്ന് ചോദിച്ചാൽ, കാരണം പോസിറ്റീവ് ചാർജുള്ള ആര് ന്യൂക്ലിയസിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു? പ്രോട്ടോൺ ന്യൂക്ലിയസിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇതാണ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ ഒഴുക്കെന്ന് പറയാം? ഇലക്ട്രിക് ചാർജിന്റെ അല്ലെങ്കിൽ ചാർജിന്റെ ഒഴുക്കെന്ന് പറയാം. ഇനി നമുക്കൊരു കണ്ടക്ടറിനെ കുറിച്ചാണ് നമുക്ക് പാഠത്തിൽ അല്ലെങ്കിൽ കൂടുതലായിട്ടും പഠിക്കാനുള്ളത്. കണ്ടക്ടറിനെ സംബന്ധിച്ചുള്ളത് എന്തോ? ഇറ്റ് ഈസ് എ ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺ. എന്തിന്റെ ഒഴുക്കാണ്? ഫ്രീ ഇലക്ട്രോണുകളുടെ ഒഴുക്കിനെയാണ് നമ്മൾ ഏത് പേരിൽ പറയപ്പെടുന്നത്? ഇലക്ട്രിക് കറണ്ട് എന്ന് പറയപ്പെടുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, നമുക്ക് ഇലക്ട്രിക് കറണ്ട് എന്തെന്നൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, പരീക്ഷയ്ക്കൊന്നും ചോദിക്കില്ല. നമുക്ക് ഇവിടുന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റൻസിറ്റി ഓഫ് കറണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട ഒന്നാമത്തെ മെയിൻ പോയിന്റ് ആണ് ഇന്റൻസിറ്റി ഓഫ് കറണ്ട്. ഇത്രയേ ഉള്ളൂ. ഒരു കണ്ടക്ടറിൽ കൂടി അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ കൂടി അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ കൂടി യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് കൊണ്ട്. യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, എന്നും യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ഒരു കണ്ടക്ടറിൽ കൂടി അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ കൂടി യൂണിറ്റ് ടൈം കൊണ്ട് പാസ് ചെയ്യുന്ന ചാർജിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് ഇന്റൻസിറ്റി ഓഫ് കറണ്ട്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ ക്യാപിറ്റൽ I. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ് passing through a circuit or conductor in unit time is called intensity of current. ഒരു സർക്യൂട്ടിൽ കൂടി അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൽ കൂടി യൂണിറ്റ് ടൈം കൊണ്ട് പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ചാർജിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് ഏത് പേരിൽ വിളിക്കുന്നു? ഇന്റൻസിറ്റി ഓഫ് കറണ്ട്. അപ്പോൾ എന്താണ് ഇന്റൻസിറ്റി ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി amount of electric charge passing through a circuit in unit time. യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ്. 1 സെക്കൻഡ് കൊണ്ട് ഒരു കണ്ടക്ടറിൽ കൂടി അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ കൂടി പാസ് ചെയ്തു പോകുന്ന ഇലക്ട്രിക് ചാർജിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് ഏത് പേരിൽ വിളിക്കുന്നു? ഇന്റൻസിറ്റി ഓഫ് കറണ്ട്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ ക്യാപിറ്റൽ I. ഇതിനെ ഏത് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു? ക്യാപിറ്റൽ I, വലിയ അക്ഷരം I കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് കേട്ടാൽ നമുക്ക് മനസ്സിലേക്ക് ഓർമ്മ വരുത്തണം, ഇത് എന്തിൻ്റെ ഒഴുക്കാണ്? ഇലക്ട്രിക് ചാർജിന്റെ ഒഴുക്കാണെന്ന് ഓർമ്മിക്കുക. ഇനി അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നു, ഈ ഒരു കണ്ടക്ടർ ആണ് എങ്കിൽ എന്തിൻ്റെ ഒഴുക്കാണെന്ന് പഠിക്കുക. ഫ്രീ ഇലക്ട്രോണുകളുടെ, സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ ഫ്ലോയെയാണ് നമ്മൾ ഏതെന്ന് വിളിക്കുന്നത്? ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഫ്രീ ഇലക്ട്രോൺ എന്നറിയാം. ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് നമ്മൾ സിമ്പിളായിട്ട് ഏത് പേര് വിളിക്കുന്നത്? ഫ്രീ ഇലക്ട്രോൺ എന്ന് വിളിക്കുന്നത്. ഇവയാണ് ഒരു ആറ്റത്തിന്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നത്? നിശ്ചയിക്കുന്നത്. അത് പോട്ടെ, അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ് ഇന്റൻസിറ്റി ഓഫ് കറണ്ട്. വൈദ്യുത പ്രവാഹ തീവ്രത. ഇന്റൻസിറ്റി ഓഫ് കറണ്ട് സൂചിപ്പിക്കുന്ന അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ I. ഇത് എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ചാർജ് പാസിംഗ് ത്രൂ എ conductor or circuit in unit time. It is the amount of electric charge passing through a conductor or circuit in unit time is called intensity of current. ലെറ്റർ പറഞ്ഞു I ആണെന്ന് പറഞ്ഞു. ഇനി യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞു? 1 സെക്കൻഡിനെയാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇവിടുന്ന് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, Q എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഇലക്ട്രിക് ചാർജിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇലക്ട്രിക് ചാർജിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതാണ്? Q ആണ്. ഇലക്ട്രിക് ചാർജിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതാണ്? Q ആണ്. അപ്പൊ പഠിച്ചേ, ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിമ്പിൾ ആയി ലെറ്റർ ഏതാണ്? I ആണ്. ഇനി എന്തുകൊണ്ടാണ് Q
ആലോചിച്ചോണം ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇലക്ട്രിക് ചാർജിനെ, വൈദ്യുത ചാർജിനെ സൂചിപ്പിക്കുന്നു. ഇനി ഇന്റൻസിറ്റി ഓഫ് കറണ്ട് I എന്ന് പറഞ്ഞു, ടി എന്തെന്ന് പറഞ്ഞു? ടൈം ആണെന്ന് പറഞ്ഞു. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ആണെന്ന് പറഞ്ഞു. ക്യൂ എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജ്, ടി എന്ന് പറയുന്നത് ടൈം. പിടികിട്ടിയേ? അങ്ങനെയാണെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് I ഈസ് ഈക്വൽ ടു TC എമൗണ്ട് ഓഫ് ചാർജ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ചാർജ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് എഴുതാം. ചാർജ് ഡിവൈഡഡ് ബൈ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ഈസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് എഴുതാം. അതായത് I ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ T. I ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ T. I ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ T. പഠിച്ചോണം. അപ്പോൾ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. I ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ T. Q മീൻസ് ചാർജ്, T മീൻസ് ടൈം. അതായത് ഇതിന്റെ യൂണിറ്റ് നമുക്ക് പഠിക്കണം. യൂണിറ്റ് ഈസ് ഈക്വൽ ടു ക്യൂവിന്റെ ചാർജ്, ക്യൂവിനെ സൂചിപ്പിക്കുന്ന Q വൈദ്യുത ചാർജ് യൂണിറ്റ് കൂളോമാണ്. COULOMB കൂളോം. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് ഏതാണ്? കൂളോമാണ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളോം. അതിന് നമ്മൾ ഏതക്ഷരം കൊണ്ട്? C. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളം. അതിന് ഏതക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു? C ഡിവൈഡഡ് ബൈ T സെക്കൻഡ്. ടൈമിന്റെ ബേസിക് യൂണിറ്റ് ഏതാണ്? SI യൂണിറ്റ് ഏതാണ്? സെക്കൻഡ്. അപ്പൊ കൂളംബർ ഇങ്ങനെ ഇട്ട അർത്ഥം കൂളംബർ സെക്കൻഡ്. കൂളംബർ സെക്കൻഡ്. അപ്പൊ ഒരു യൂണിറ്റ് കിട്ടി, കൂളംബർ സെക്കൻഡ്. ഓർ ഇത് അറിയപ്പെടുന്ന പേരാണ് ആംപിയർ. ഇത് അറിയപ്പെടുന്ന പേരാണ് ആംപിയർ. ആൻഡ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ A. ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ A. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ പ്രധാന പോയിന്റ് ഇതാണ്, ഇന്റൻസിറ്റി ഓഫ് കറണ്ട്. അപ്പോൾ ഇന്റൻസിറ്റി ഓഫ് കറണ്ടിനെ സൂചിപ്പിക്കുന്ന അക്ഷരം പഠിക്കുക I എന്നാണ്. ഇനി എന്താണ് ഇന്റൻസിറ്റി ഓഫ് കറണ്ട് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു സർക്യൂട്ടിൽ കൂടി അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൽ കൂടി പാസ് ചെയ്യുന്ന, എങ്ങനെ പാസ് ചെയ്യുന്ന? യൂണിറ്റ് ടൈം കൊണ്ട് പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ചാർജിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് ഇന്റൻസിറ്റി ഓഫ് കറണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രത. ഇറ്റ് ഈസ് ദി amount of charge passing through a circuit or conductor in unit time is called intensity of current. It is denoted by capital letter I. ഇനി intensity of current I is equal to charge divided by time, that is I is equal to Q by T. Q indicates electric charge, T indicates time. The unit of charge is coulomb and unit of time is second. Therefore unit of intensity of current is equal to coulomb per second. It is also known as ampere. It is also known as ampere. It is also known as ampere. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ്. ഇന്റൻസിറ്റി ഓഫ് കറണ്ട് സൂചിപ്പിക്കുന്ന അക്ഷരം I എന്നാണ്. ചാർജിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ Q എന്നാണ്. T ടൈമിനെ സൂചിപ്പിക്കുന്നു. C എന്ന് പറഞ്ഞാൽ കൂളമാണ്, ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആണ്. I is equal to Q by T. ഇനി കൂളംബർ സെക്കൻഡ് അല്ലെങ്കിൽ ആംപിയർ. ഇനി പഠിക്കുക, ഇത് അളക്കാൻ ഉപയോഗിക്കുന്ന, ഇലക്ട്രിക് ചാർജിന്റെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അമ്മീറ്റർ ആണ്. ഏത് ഉപകരണമാണ്? അമ്മീറ്റർ. അപ്പൊ ഇലക്ട്രിക് ചാർജിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അമ്മീറ്റർ. ഇതൊരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓർത്ത് വയ്ക്കുക, മറന്നു പോകരുത്. ഒരു സർക്യൂട്ടിൽ ഇലക്ട്രിക് ചാർജ് അല്ല, ഇന്റൻസിറ്റി ഓഫ് കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ടിൽ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്, ഡിവൈസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മീറ്റർ. ഏതാണ്? അമ്മീറ്റർ. അതുപോലെ തന്നെ ഇത് സർക്യൂട്ടിൽ ഏത് രീതിയിൽ കണക്ട് ചെയ്യുന്നു? സീരീസ് ആയിട്ടാണ്, ശ്രേണി രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്. ഇനി ഒന്നുകൂടി പഠിച്ചു വയ്ക്കുക, ഇലക്ട്രിക് കറണ്ടിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസ് അറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഗാൽവനോമീറ്റർ. ഇതിനെ G എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു, അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു G. അല്ലെങ്കിൽ സർക്യൂട്ടിൽ എങ്ങനെ കാണിച്ചിരിക്കും? ഇങ്ങനെ ഒരു ആരോ കാണിച്ചിരിക്കും. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസും ഡിറക്ഷനും ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ഉപയോഗിക്കുന്നു? ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നു. എന്നാൽ ഓർത്ത് ഇങ്ങനെ തന്നെ പഠിക്കുക, ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ഈസ് measured using, intensity of current is measured using ഏതാണ്? അമ്മീറ്റർ. It is connected in circuit in series combination. സർക്യൂട്ടിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു? സീരീസ് കോമ്പിനേഷനിലാണ് എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇവിടുന്ന് പ്രധാനപ്പെട്ട കാര്യം. ഇന്റൻസിറ്റി ഓഫ് കറണ്ട് അത് പഠിച്ചു. സൂചിപ്പിക്കുന്ന ലെറ്റർ I ആണ്, ഇലക്ട്രിക് ചാർജ് Q ആണ്, ടൈം T ആണ്. I is equal to Q by T എന്ന് പഠിച്ച് യൂണിറ്റ് കൂളം പെർ സെക്കൻഡ് ആണ്. ഇനി അല്ലെങ്കിൽ അറിയപ്പെടുന്ന പേര് ആംപിയർ. A എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അമ്മീറ്റർ ആണ്. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പോസിറ്റീവ് നെഗറ്റീവും കാണും, അതൊക്കെ അറിയാം. അതുപോലെ തന്നെ
ഇലക്ട്രിക് കറണ്ടിന്റെ പ്രസൻസ് അറിയാം, ഇലക്ട്രിക് ചാർജ് അല്ല, ഇലക്ട്രിക് കറണ്ടിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ. ഏതാണ്? ഗാൽവനോമീറ്റർ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സിമ്പിളായിട്ട് ഇതിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് സിമ്പിളായിട്ട് നമ്മൾ എന്തെന്ന് പറയുന്നത്? വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കുന്നതിന് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന ടേം എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇൻഫിനിറ്റിയിലിരിക്കുന്ന ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, ഇൻഫിനിറ്റിയിലിരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, ഇതിനെ എനിക്ക് എ എന്ന് പറയുന്ന ഈ പോയിന്റിൽ എത്തിക്കണം. ഇൻഫിനിറ്റിയിലിരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എനിക്ക് എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് ഞാൻ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്. ഇൻഫിനിറ്റി ടു എ, ഇത് ഓർത്ത് പഠിച്ചോണം. ഇൻഫിനിറ്റി ടു എ പോയിന്റ്, ഇൻഫിനിറ്റി ടു എ പോയിന്റ്. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്. അനന്തതയിലിരിക്കുന്ന, ഇൻഫിനിറ്റിയിലിരിക്കുന്ന ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമുക്കറിയാം, അല്ലെങ്കിൽ ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ ചെയ്യേണ്ടി വരുന്ന വർക്കിനെ വിളിക്കുന്ന പേരാണ്, ഏത് പേരിൽ വിളിക്കുന്നു? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്. ഇൻഫിനിറ്റി ടു എ പോയിന്റ്. ഇൻഫിനിറ്റിയിലിരിക്കുന്ന, അനന്തതയിലിരിക്കുന്ന ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു പോയിന്റിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടി വരുന്ന വർക്കിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇലക്ട്രിസിറ്റി ഒഴുകണമെങ്കിലും എന്തിൽ ഡിഫറൻസ് വേണം? പൊട്ടൻഷ്യലിൽ ഡിഫറൻസ് വേണം. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറൊക്കെ ഒഴുകുന്നത് പോലെ ഹയർ സ്റ്റേറ്റിൽ നിന്ന് ഏത് സ്റ്റേറ്റിലോട്ടാണ് ഇലക്ട്രിസിറ്റിയും ഒഴുകുന്നത്? ഹയറിൽ നിന്ന് ലോവറിലേക്കാണ്. ഹയർ പൊട്ടൻഷ്യൽ റീജിയനിൽ നിന്നും ലോവർ പൊട്ടൻഷ്യൽ റീജിയനിലേക്കുമാണ് ആരൊഴുകുന്നത്? ഇലക്ട്രിസിറ്റി ഒഴുകുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്. ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് അറിയപ്പെടുന്ന പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇനി അടുത്താണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യം വരുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സിമ്പിളായിട്ട് നമ്മൾ പറയുന്ന വോൾട്ടേജ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വോൾട്ട് എന്ന് പറയുന്ന എന്തിനെ തന്നെയാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ്. വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ട് എന്ന് പറയുന്ന എന്തിനെ തന്നെയാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ തന്നെയാണ്. അപ്പോൾ നോക്കുക, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സാധാരണയായി പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? വി ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ വി. അപ്പോൾ ഏത് ലെറ്റർ കൊണ്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വി. വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഏതാണ്? വി. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിളി ഏത് തന്നെയാണ്? വോൾട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് തന്നെയാണ്. അപ്പോൾ ഏത് ലെറ്റർ കൊണ്ട് മെഷർ ചെയ്യുന്നു അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നു? വി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിൽ പി എന്നും ക്യൂ എന്നും പറയുന്ന ഒരു കണ്ടക്ടർ ഉണ്ട്. പി എന്നും ക്യൂ എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ, അതായത് ഉള്ള കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡാണ് പിയും ക്യൂ. ഇവിടെ ഇരിക്കുന്ന യൂണിറ്റ് ചാർജ്, ഈ ചാർജിനെ എനിക്ക് ഇവിടെ എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചാർജിന് ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കൊടുത്തു കഴിഞ്ഞാൽ ഇത് എവിടെ എത്തുന്നു? ക്യൂവിലെത്തും എന്ന് പറയുന്നതിന് അറിയപ്പെടുന്ന പേരാണ് ഏത് പേരിൽ അറിയാം? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എ പോയിന്റ് ടു അതർ. അറിയാവുന്ന രണ്ട് പോയിന്റുകൾ. ഇപ്പോൾ ഇവിടെ പിയിൽ നിന്ന് എവിടെ എത്തിച്ചു? ക്യൂവിൽ എത്തിച്ചു. അല്ലെങ്കിൽ ക്യൂവിൽ നിന്ന് എവിടെ എത്തിക്കാൻ? പിയിൽ എത്തിക്കാൻ ചെയ്യേണ്ടി വരുന്ന വർക്കിനെ അറിയപ്പെടുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ യൂണിറ്റ് ചാർജ് ഫ്രം എ പോയിന്റ് ടു അതർ. ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ആണെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തൊഴുകാറുള്ളൂ? ഇലക്ട്രിസിറ്റി ഒഴുകാറുള്ളൂ. അപ്പോൾ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു
ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എ പോയിന്റ് ടു അതർ. ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എത്തിക്കാൻ ചെയ്യേണ്ടി വരുന്ന പ്രവൃത്തിയെ വിളിക്കുന്ന പേരാണ് ഏത് പേരിൽ വിളിക്കുന്നു? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിനെ ഏത് വോൾട്ട് അല്ലെങ്കിൽ ഏത് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു? വി. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് ഏതാണ്? വോൾട്ടാണ്. ഏത് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു? വി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഏതുകൊണ്ട് സൂചിപ്പിക്കുന്നു? വി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു, അതായത് വർക്ക് ഈസ് ഈക്വൽ W ഈസ് ഈക്വൽ നമുക്കിവിടെ പറയാം W ഈസ് ഈക്വൽ ടു ക്യു വി എന്ന് പറയാം. W ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം? ക്യു വി എന്ന് പറയാം. W ഈസ് ഈക്വൽ ടു ക്യു വി. W is equal to QV എന്ന് പറഞ്ഞാൽ V is equal to W by Q. V is equal to W by Q. V is equal to W by Q. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എന്ന് നമുക്ക് എഴുതാം വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ്. അതായത് V is equal to W by Q. V is equal to W by Q. പിടികിട്ടിയേ? V is equal to W by Q. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം വോൾട്ട് മീറ്റർ ആണ്. ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വോൾട്ട് മീറ്റർ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വോൾട്ട് മീറ്റർ. യൂണിറ്റ് ഞാൻ പറഞ്ഞു വോൾട്ട് ആയതുകൊണ്ട് ഏതിൽ ഉപയോഗിക്കുന്നു? വോൾട്ട്. ഏതിൽ ഉപയോഗിക്കുന്നു? വി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റിനെയും ഏതുകൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന? വി എന്ന് പറയുന്ന വോൾട്ട് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം ഏതാണ്? വി. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ഏതാണ്? വി. നമുക്ക് ഇങ്ങനെ പറയാം, വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്, ചാർജിൻ്റെ യൂണിറ്റ് കൂളമാണ്. അപ്പോൾ ജൂൾ പെർ കൂളമിനാണ് എന്തെന്നറിയപ്പെടുന്നത്? വോൾട്ട് എന്നറിയപ്പെടുന്നത്. ജൂൾ പെർ കൂളമാണ് എന്തെന്നറിയപ്പെടുന്നത്? വോൾട്ട് എന്നറിയപ്പെടുന്നത്. ജൂൾ പെർ കൂളമാണ് എന്നറിയപ്പെടുന്നത് വോൾട്ട് എന്നറിയപ്പെടുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വോൾട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് എന്നാണ് അർത്ഥം. വോൾട്ട് എന്നല്ലെങ്കിൽ വോൾട്ടേജ് എന്നാണ് അർത്ഥം. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to W by Q. വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ് എന്ന് നമുക്ക് എഴുതാം. അതിൽ നിന്ന് നമുക്ക് പറയാം യൂണിറ്റ് ജൂൾ പെർ കൂളമാണെന്ന് പറയാം. അതറിയപ്പെടുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്? വോൾട്ട് എന്നറിയപ്പെടുന്നു. അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പറഞ്ഞു വോൾട്ട് മീറ്റർ ആണെന്ന് പറഞ്ഞു. ഇത് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് വോൾട്ട് മീറ്റർ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് പാരലായിട്ടാണ്. എവിടെയാണോ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യേണ്ടത് അതിന് സമാന്തരമായിട്ട് പാരലായിട്ടാണ് എന്ത് വെച്ചിരിക്കുന്നത്? വോൾട്ട് മീറ്റർ സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്നത്. അപ്പോൾ പറഞ്ഞ ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ്. ലെറ്റർ വി ആണ്. യൂണിറ്റ് വോൾട്ട് ആയതുകൊണ്ട് ഏതുകൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നു? വി എന്ന ലെറ്റർ കൊണ്ട് തന്നെ അതിനെയും സൂചിപ്പിക്കുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് എന്ന് ചോദിച്ചാൽ ഏതാണ്? വോൾട്ട് ആണ്. വോൾട്ട് അല്ലെങ്കിൽ എന്തെന്ന് പറയാം? ജൂൾ പെർ കൂളോം. അപ്പോൾ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു കണ്ടക്ടർ ഉണ്ട്. അത് 2 പോയിൻ്റ് ഉണ്ട്, പിയും ഉണ്ട്, ക്യൂ എന്ന് പറയുന്നത് 2 എൻഡ് ഉണ്ട്, പിയും ക്യൂവും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന 1 കൂളോം ചാർജിനെ, പിയിലിരിക്കുന്ന 1 കൂളോം ചാർജിനെ എനിക്ക് ക്യൂവിൽ എത്തിക്കണം. അപ്പോൾ ക്യൂവിൽ എത്തിക്കാൻ വേണ്ടി ഞാൻ ചെയ്യേണ്ടി വരുന്ന വർക്ക് എന്ന് പറയുന്നത് 1 ജൂൾ ആണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 വോൾട്ട് ആയിരിക്കും. അപ്പോൾ പിയിലിരിക്കുന്ന 1 കൂളോം ചാർജിനെ എനിക്ക് ക്യൂവിൽ എത്തിക്കാൻ ചെയ്യേണ്ടി വരുന്ന വർക്ക് എന്ന് പറയുന്നത് 1 ജൂൾ ആണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? 1 വോൾട്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points will be 1 volt. Potential difference between 2 points will be 1 volt. If 1 joule work is done to bring 1 coulomb charge from one point to other. എന്താണ്? 2 പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ 1 വോൾട്ട് എന്ന് പറയാം. എപ്പോൾ? 1 കൂളോം ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് എത്തിക്കുവാൻ ചെയ്യേണ്ടി വരുന്ന വർക്ക് എത്രയാണെങ്കിൽ 1 ജൂൾ ആണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? 1 വോൾട്ട് ആയിരിക്കും. ഇനി
നമുക്ക് പറയാം W ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം QV, ചാർജ് ഇൻറ്റു എന്തെന്ന് പറയാം, ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്ന് പറയാം. W ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം, ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്ന് പറയാം. ഇനി അവിടെ നിന്ന് നമുക്ക് എഴുതാം V ഈസ് ഈക്വൽ ടു W ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം, Q എന്ന് എഴുതാം. V ഈസ് ഈക്വൽ ടു W ഡിവൈഡഡ് ബൈ Q, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു W ബൈ Q. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു W ബൈ Q, വർക്ക് ബൈ ചാർജ്, വർക്ക് ബൈ ചാർജ്. അപ്പോൾ ഇവിടെ നോക്കിയാണ് വർക്ക് എന്ന് പറയുന്നത് 1 ജൂള്, ഇനി ചാർജ് എന്ന് പറയുന്ന 1 കൂളോം. വർക്ക് എന്ന് പറയുന്നത് 1 ജൂള്, ചാർജ് എന്ന് പറയുന്നത് 1 കൂളം. അപ്പോൾ 1/1 നമുക്ക് എത്രയെന്ന് കിട്ടി, 1 വോൾട്ട് എന്ന് കിട്ടി. 1/1 എത്ര എന്ന് കിട്ടി, 1 വോൾട്ട് എന്ന് കിട്ടി. ഇനി അപ്പോൾ എന്താണ് 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് വിൽ ബി 1 വോൾട്ട് ഇഫ് 1 ജൂൾ വർക്ക് ഈസ് ഡൺ ടു ബ്രിങ് 1 കൂളോം ചാർജ് ഫ്രം 1 പോയിന്റ് ടു അനദർ. ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് 1 കൂളോം ചാർജിനെ കൊണ്ടുപോകാൻ ചെയ്യേണ്ടി വരുന്ന വർക്ക് 1 ജൂൾ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് അവിടുത്തത്, 1 വോൾട്ട് ആണ്. ഇക്വേഷൻ ഓർക്കുക, W ഈസ് ഈക്വൽ ടു Q എന്ന വർക്ക് ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് V ഈസ് ഈക്വൽ W ബൈ Q. ഇവിടെ Wൻ്റെ വില 1 ആണ്, ചാർജിൻ്റെ വിലയും 1 ആണ്. 1/1 എത്ര വോൾട്ട് എന്ന് കിട്ടി, 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഇവിടുന്ന് പഠിക്കേണ്ട പോയിന്റ് ഇതാണ്. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന 1 കൂളോം ചാർജിനെ അല്ലെങ്കിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ ചെയ്യേണ്ടി വരുന്ന വർക്കാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിസിറ്റി ഒഴുകണമെങ്കിലും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം എന്ന് പറഞ്ഞാൽ ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് ഒഴുകുന്നത്, ഇലക്ട്രിസിറ്റി ഒഴുകുന്നത്. അടുത്ത് നമ്മൾ പറഞ്ഞു എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് തന്നെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് വോൾട്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്തടുത്തിരിക്കുന്ന ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എത്തിക്കാൻ ചെയ്യേണ്ടി വരുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതിനെ V എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം വോൾട്ട്മീറ്റർ ആണ്. ഇനി യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആയതുകൊണ്ട് V എന്ന് സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ എന്താണ്, ജൂൾ പെർ കൂളോം, വർക്ക് ബൈ ചാർജ് ആയതുകൊണ്ട് ജൂൾ പെർ കൂളോം, അതിനെ വർക്ക് ബൈ ചാർജ് ആയതുകൊണ്ട് ജൂൾ പെർ കൂളോം എന്ന് വരുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വോൾട്ട് എന്ന് പറയുന്നത്. ഇനി 1 കൂളോം ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ ചെയ്യേണ്ടി വരുന്ന വർക്ക് 1 ജൂൾ ആണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയെന്ന് പറയുന്നു, 1 വോൾട്ട് ആണെന്ന് പറയുന്നു. ഇനി ഇവിടുന്ന് വേറൊരു പോയിന്റ് കൂടി നമ്മൾ പഠിച്ചു വയ്ക്കുക. എന്തിനാണ് ഒരു സർക്യൂട്ടിൽ സെല്ല് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ സോഴ്സ് ഘടിപ്പിക്കുന്നത് എന്ന് ചോദിക്കും. എന്തിനാണ് ഒരു സർക്യൂട്ടിൽ സെല്ല് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ സോഴ്സ് ഘടിപ്പിക്കുന്നതെന്ന് ചോദിക്കും. ഇപ്പം നമ്മൾ കയ്യിൽ നോക്കുക, എൻ്റെ കയ്യിൽ PQ എന്ന് പറയുന്ന കണ്ടക്ടർ ഉണ്ട്. ആ കണ്ടക്ടറിൻ്റെ മധ്യഭാഗത്തായിട്ട് ഞാനൊരു ബൾബ് കണക്ട് ചെയ്തിരിക്കുന്നു. അതിലൊരു സ്വിച്ചും ഉണ്ട്. അപ്പോൾ PQ എന്ന് പറയുന്ന കണ്ടക്ടർ ഉണ്ട്, അതിനകത്ത് എന്താണ്, ഒരു ബൾബ് കണക്ട് ചെയ്യുന്ന ഒരു സ്വിച്ചും ഉണ്ട്. ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഓൺ ചെയ്യുന്നു. ഈ ബൾബ് പ്രകാശിക്കും? ഇല്ല. ഈ ബൾബ് ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല, പ്രകാശിക്കില്ല, ഗ്ലോ ചെയ്യില്ല. കാരണം ഇവിടെ എന്തിൽ ഡിഫറൻസ് വരുന്നില്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു സെല്ല് കൊടുക്കുന്നു. ഇതിനകത്തോട് ഞാൻ എന്ത് എടുക്കുന്നു, ഒരു സെല്ല് കൊടുക്കുന്നു. സെല്ല് കൊടുത്തിട്ട് ഓൺ ചെയ്യുമ്പോൾ ഈ ബൾബ് എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും, നമുക്ക് പ്രകാശിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ബൾബ് എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നു, പ്രകാശിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 2 കാര്യങ്ങൾ പഠിക്കണം. ഒന്ന് EMF എന്താണെന്ന് പഠിക്കണം. EMF 2 ഒരു സെല്ലിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിക് സോഴ്സിൻ്റെ ഉപയോഗം എന്തെന്ന് കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് EMF? 2 കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിനിടയിൽ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യണമെങ്കിൽ എന്തിൽ ഡിഫറൻസ് വേണമെന്ന് പറഞ്ഞു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. ഇങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിലനിർത്താനുള്ള ഒരു കണ്ടക്ടറിന്റെ എബിലിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMF എന്ന് പറയുന്നത്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMF എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് EMF എന്ന് ചോദിച്ചാൽ, എബിലിറ്റി ടു മെയിൻറ്റെയിൻ ഓർ സസ്റ്റെയിൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഈസ് കാൾഡ്, നമുക്ക് സിമ്പിളായിട്ട് എന്തെന്ന് പറയാം, EMF എന്ന് പറയാം, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇതിൻ്റെ യൂണിറ്റും എന്ത് തന്നെയാണ്, വോൾട്ട് തന്നെയാണ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിൻ്റെ യൂണിറ്റും എന്ത് തന്നെയാണ്, വോൾട്ട് തന്നെയാണ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം, എന്തിനാണ് ഒരു സർക്യൂട്ടിൽ സെല്ല് ഘടിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു പ്രൊഡ്യൂസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്.
to produce potential difference or as a source of EMF or as a source of EMF. EMFിന്റെ ഒരു സോഴ്സായി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു സർക്യൂട്ടിൽ എന്ത് ഘടിപ്പിക്കുന്നത്? സെല്ല് ഘടിപ്പിക്കുന്നത്. അത് പറയുമ്പോൾ ഒരു പോയിന്റ് കൂടി പഠിച്ചു വെക്കുക. സെല്ലിലെ വലിയ വര പോസിറ്റീവ് ടെർമിനലിനെ സൂചിപ്പിക്കുന്നു, ചെറിയ വര നെഗറ്റീവ് ടെർമിനലിനെ സൂചിപ്പിക്കുന്നു. ഇലക്ട്രിസിറ്റി പോകുന്നത് പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവിലേക്കായിരിക്കും. ഇലക്ട്രിസിറ്റി പോകുന്നത് എങ്ങോട്ടായിരിക്കും? ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്നും എങ്ങോട്ടായിരിക്കും? നെഗറ്റീവിലായിരിക്കും. എന്നാൽ ഇലക്ട്രോണിന്റെ ഫ്ലോ എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനലിൽ നിന്നും എങ്ങോട്ടാണെന്ന് പറയുന്നു? പോസിറ്റീവ് ടെർമിനലിലാണെന്ന് പറയുന്നു. ഓർത്ത് വയ്ക്കുക, ഒരു കാരണവശാലും മറന്നു പോകരുത്. ഇലക്ട്രിസിറ്റി പോകുന്നത് പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലോട്ടാണെന്നും എന്നാൽ അതിന് ഓപ്പോസിറ്റ്, അതായത് നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലോട്ടായിരിക്കും എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോണുകൾ പോകുന്നത്. അപ്പോൾ ഇലക്ട്രോണുകൾ പോകുന്നത് എവിടെയാണ്? പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കല്ല, നേരെ മറിച്ച് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവിലോട്ടാണ് ആര് പോകുന്നത്? ഇലക്ട്രോണുകൾ പോകുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ഇലക്ട്രോണിന്റെ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആരുടെ ഫ്ലോ എന്ന് പറയുന്നത്? ഇലക്ട്രോൺ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ആണ് ആരുടെ ഫ്ലോ എന്ന് പറയുന്നത്? ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. ഇലക്ട്രോണിന്റെ ഒഴുക്കിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടാണ് ആരുടെ ഒഴുക്ക് എന്ന് പറയുന്നത്? ഇലക്ട്രോണിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോൺ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആരുടെ? ഇലക്ട്രിക് കറണ്ടിന്റെ ഒഴുക്ക്. പഠിച്ചു വയ്ക്കുക, ഇലക്ട്രോണിന്റെ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആരുടെ ഒഴുക്ക് എന്ന് പറയുന്നത്? ഇലക്ട്രിക് കറണ്ടിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഇപ്പൊ ഒന്നാമത്തെ സർക്യൂട്ടിൽ ഇലക്ട്രോണിന്റെ ഫ്ലോയുടെ ഡയറക്ഷൻ, ഇലക്ട്രോൺ ഫ്ലോയുടെ ഡയറക്ഷൻ എന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് അതറിയാൻ വേണ്ടി നോക്കുക. നമുക്ക് തന്നിരിക്കുന്ന സെല്ലാണ്. വലിയ വര പോസിറ്റീവിനെ സൂചിപ്പിക്കുന്നു, ചെറിയ വര ഏത് ടെർമിനലിനെ സൂചിപ്പിക്കുന്നു? നെഗറ്റീവ് ടെർമിനലിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നു ഇലക്ട്രോണിന്റെ ഫ്ലോ എവിടെയാണ്? അപ്പൊ ഇലക്ട്രോണിന്റെ ഫ്ലോ നമുക്കറിയാം, എവിടെ നിന്ന് എങ്ങോട്ടാണ്? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. അപ്പൊ എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു? ക്യൂവിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? പിയിലേക്ക് പോകുന്നു. ഇലക്ട്രോണിന്റെ ഫ്ലോ എങ്ങോട്ടാണ്? ക്യൂവിൽ നിന്നും എങ്ങോട്ടാണ്? പിയിലേക്കാണ്. എന്നാൽ ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ എങ്ങോട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ്? പിയിൽ നിന്ന് ക്യൂവിലേക്കാണ്. പിയിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? ക്യൂവിലേക്ക് പോകുന്നു. ഓക്കെയാണ്. പി എന്നും ക്യൂ എന്ന് പറഞ്ഞ രണ്ട് എൻഡ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കാൻ വേണ്ടി ഏത് കൊടുത്തിരിക്കുന്നു? സെല്ല് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങോട്ടാണ് ഇലക്ട്രോണിന്റെ ഫ്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെ നിന്നാണ്? ക്യൂവിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? പിയിലേക്ക്. ക്യൂവിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? പിയിലേക്ക്. അടുത്ത ഇലക്ട്രിക് കറന്റ് ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു? പിയിൽ നിന്ന്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. പിയിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? ക്യൂവിലേക്ക്. പിയിൽ നിന്ന് ക്യൂവിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഇവിടെ അതേ കണക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ ഇലക്ട്രോണിന്റെ ഫ്ലോ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇതാണ്. എ എന്ന് പറയുന്ന ഭാഗം നെഗറ്റീവ്. ഇപ്പൊ നെഗറ്റീവിൽ നിന്ന് എങ്ങോട്ടാണ് എന്ത് പോകുന്നത്? ഇലക്ട്രോൺ പോകുന്നത്. അപ്പോൾ എയിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? ബിയിലേക്ക് ഇലക്ട്രോൺ പോകുന്നു. അതുപോലെ തന്നെ ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ എങ്ങോട്ടാണ്? ബിയിൽ നിന്ന് എയിലേക്ക്. ബിയിൽ നിന്ന് എയിലേക്ക്. പോസിറ്റീവിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? നെഗറ്റീവിലേക്ക് പോകുന്നു. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. ഓർത്തു വയ്ക്കുക, ഇലക്ട്രോണിന്റെ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ. ഇലക്ട്രോണിന്റെ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നു പറയുന്നത് ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് റെസിസ്റ്റർ. റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സർക്യൂട്ടിൽ കൂടിയുള്ള ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് കമ്പോണൻസിനെ വിളിക്കുന്ന പേരാണ് എന്ന് വിളിക്കുന്നത് റെസിസ്റ്റർ. Resistors are the electronic components used to oppose or resist electric current through a circuit. ഒരു സർക്യൂട്ടിൽ കൂടിയുള്ള ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യാൻ കഴിവുള്ള ഇലക്ട്രോണിക് കമ്പോണന്റുകളെ വിളിക്കുന്ന പേരാണ് എന്ന് വിളിക്കുന്നു റെസിസ്റ്റർ എന്ന് വിളിക്കുന്നു. ഇനി the ability of a resistor to oppose electricity through a circuit is called resistance. അവയെ വിളിക്കുന്ന പേരാണെന്ന് വിളിക്കുന്നു റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നു. ഒരു സർക്യൂട്ടിൽ കൂടിയുള്ള ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റർ.
ഇനി ഒപ്പോസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാനുള്ള ഇവയുടെ കഴിവിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇലക്ട്രിസിറ്റിയെ ഒപ്പോസ് ചെയ്യാനുള്ള ഇവയുടെ കഴിവിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിനെ ഏത് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു? R എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പൊ റെസിസ്റ്റൻസിനെ ഏത് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു? R എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പൊ റെസിസ്റ്റേഴ്സ് ആർ ദി ഇലക്ട്രോണിക് കമ്പോണൻസ് യൂസ്ഡ് ടു ഒപ്പോസ് ഓർ റെസിസ്റ്റ് ഇലക്ട്രിക് കറണ്ട് ഇൻ എ സർക്യൂട്ട് ഈസ് കാൾഡ് റെസിസ്റ്റർ. അപ്പോൾ റെസിസ്റ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഒരു സർക്യൂട്ടിൽ കൂടിയുള്ള ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നവയാണ് എന്ന് വിളിക്കുന്ന റെസിസ്റ്റർ എന്ന് വിളിക്കുന്നു. ഇവയുടെ ഈ എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. ഏത് അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു? R എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇനി റെസിസ്റ്റൻസിന്റെ സിമ്പൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ അല്ല, റെസിസ്റ്ററിന്റെ സിമ്പൽ എങ്ങനെയാണ്? ഇങ്ങനെയാണ്. അപ്പൊ ഈ സിമ്പൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഊഹിച്ചോണം? ഇത് റെസിസ്റ്റർ ആണ്. അതേസമയം ഈ സിമ്പലിനെ കൂടി ഇങ്ങനെ കൂടി കിട്ടാൽ ഇത് അറിയപ്പെടുന്ന പേരാണ് വേരിയബിൾ റെസിസ്റ്റർ എന്നാണ്. ഇത് റെസിസ്റ്റർ, ഇത് ഏത് റെസിസ്റ്റർ ആണ്? വേരിയബിൾ റെസിസ്റ്റർ. സിമ്പൽ ഇതാണ്, ആരോ കൂടി വന്നാൽ ഏതാണ്? വേരിയബിൾ റെസിസ്റ്റർ ആണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് വേരി ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ന് പറയുന്നത് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിൽ കൂടിയുള്ള ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോയെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വേരി ചെയ്യണം അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് കമ്പോണന്റ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? റിയോസ്റ്റാറ്റ് ആണ്. അപ്പൊ അതിന് ഉപയോഗിക്കുന്നതാണ് റിയോസ്റ്റാറ്റ്. അപ്പൊ എന്താണ് റെസിസ്റ്റർ? സർക്യൂട്ടിൽ കൂടിയുള്ള ഇലക്ട്രിസിറ്റി ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിന്റെ പേര് റെസിസ്റ്റർ. ഇവയുടെ ഈ എബിലിറ്റിയെ വിളിക്കുന്ന പേര് റെസിസ്റ്റൻസ്. ഏത് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു? R എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇത് റെസിസ്റ്ററിന്റെ സിമ്പൽ ആണ്. ഇത് വേരിയബിൾ റെസിസ്റ്റർ ആണ്. വേരിയബിൾ റെസിസ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് എന്ന് ചോദിച്ചാൽ ഏതാണ്? റിയോസ്റ്റാറ്റ് ആണ്. റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം. റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. റെസിസ്റ്റൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്: ഒന്ന്, നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. അടുത്ത് രണ്ടെന്ന് പറയുന്നത് ലെങ്ത് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. രണ്ടാമത്തെ ഏതാണ്? ലെങ്ത്. മൂന്നാമത്തതെന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. മൂന്നാമത്തെ ഏതാണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നാലാമത്തതെന്ന് പറയുന്നത് ഏതാണ്? ടെമ്പറേച്ചർ ആണ്. നാലാമത്തത് ഏതാണ്? ടെമ്പറേച്ചർ. നമുക്കിതിൽ പ്രധാനമായിട്ടും വേണ്ടിയത് ഏതൊക്കെയാണ്? ഏരിയയും ലെങ്തുമാണ്. നമുക്ക് വേണ്ടിയത് ഏരിയയും ലെങ്തുമാണ്. അപ്പോൾ റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്: ഒന്ന്, നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. ഇപ്പൊ നോക്കുക, അയണുമുണ്ട്, സിൽവറുമുണ്ട്. അതായത് അയണുമുണ്ട്, ഗോൾഡുമുണ്ട്. ഇവ രണ്ടും ഒരുപോലെയല്ല എന്തിനെ കടത്തിവിടുന്നത്? ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നത്. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. അടുത്ത രണ്ട്, ലെങ്ത്. രണ്ടാമത്തെ ഏതാണ്? ലെങ്ത്. പഠിക്കുക. ലെങ്ത് കൂടിയാൽ, ലെങ്ത് ഇൻക്രീസ് ചെയ്ത, ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടുന്നു. ലെങ്ത് കൂടിയാൽ എന്ത് കൂടുന്നു? റെസിസ്റ്റൻസ് കൂടുന്നു. അപ്പൊ ലെങ്ത് കൂടിയാൽ എന്ത് കൂടുന്നു? റെസിസ്റ്റൻസ് കൂടുന്നു. ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടുന്നു. when length of the conductor increases, resistance also increases. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, are directly proportional to length. Resistance is directly proportional to length. Resistance is directly proportional to length എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. ലെങ്ത് കൂടിയാൽ എന്ത് കൂടുന്നു? റെസിസ്റ്റൻസ് കൂടുന്നു. അടുത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ടത് ഏതാണ്? രണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഏതാണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. when area of cross section increases, resistance decreases. when area of cross section increases, resistance decreases. when area of cross section increases, area of cross section കൂടുകയാണെങ്കിൽ റെസിസ്റ്റൻസിന്റെ അളവ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ നമുക്ക് എങ്ങനെയാണ്? R proportional to 1/A. R proportional to 1/A. 1/A എന്ന് എഴുതിയാൽ അർത്ഥം ഇതാണ്: A കൂടിയാൽ എന്ത് കുറയുന്നു എന്നർത്ഥം? റെസിസ്റ്റൻസ് കുറയുന്നു. R കൂടിയാൽ എന്ത് കുറയുന്നു എന്നർത്ഥം അല്ല, A കൂടിയാൽ എന്ത് കുറയുന്നു എന്നാണ് അർത്ഥം? R-ന്റെ അളവ് കുറയുന്നു. അപ്പൊ ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടുന്നു. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടി കഴിഞ്ഞാൽ എന്ത് കുറയുന്നു? റെസിസ്റ്റൻസിന്റെ അളവ് കുറയുന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് റെസിസ്റ്റൻസ് കാണാൻ സിമ്പിളായിട്ട് ഒരു ഇക്വേഷൻ ഉപയോഗിക്കാറുണ്ട്. R proportional to എന്തെന്ന് എഴുതാം നമുക്ക്? L ഡിവൈഡഡ് ബൈ, ഒന്നും എല്ലും കൂടെ ചേർന്നിട്ട് എന്തായിട്ട് മാറും? എല്ലായിട്ട് മാറും. R proportional to L/A. അതായത് R is equal to ρL divided by A. R is equal to ρL divided by A. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി.
റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, റെസിസ്റ്റിവിറ്റി അറിയപ്പെടുന്ന പേരാണ് റോ എന്ന് പറഞ്ഞാൽ. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയയും, യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയയുമുള്ള ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെയാണ്, അല്ലെങ്കിൽ ആ ഏരിയയുടെ ആ ഭാഗത്തിൻ്റെ റെസിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷനുമുള്ള ആ ഭാഗത്തിന്റെ റെസിസ്റ്റൻസിനെയാണെന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കാൾഡ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കാൾഡ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ ആൻഡ് ലെങ്ത് ഈസ് കാൾഡ് റെസിസ്റ്റിവിറ്റി. അപ്പോൾ അത് പറയണം നിർബന്ധമില്ല. അപ്പോൾ എന്താണ് റോ എന്ന അക്ഷരം കൊണ്ടൊന്ന് പഠിച്ചു വയ്ക്കുക. റോ എന്ന് പറയുന്ന അക്ഷരം എന്തിനെ സൂചിപ്പിക്കുന്നു? റെസിസ്റ്റിവിറ്റിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പറയുക R is equal to rho L by A. റോ എന്തിനെ സൂചിപ്പിക്കുന്നു? റെസിസ്റ്റിവിറ്റിയെ സൂചിപ്പിക്കുന്നു. സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് കാൾഡ് റെസിസ്റ്റിവിറ്റി. അങ്ങനെ പറയുന്നെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ചോണം എന്തൊക്കെയാണ്, യൂണിറ്റ് ഏരിയയും യൂണിറ്റ് ക്രോസ് സെക്ഷനുമുള്ള ഭാഗത്തിന്റെ റെസിസ്റ്റൻസിനെയാണ് എന്ന് വിളിക്കുന്നത് റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ പഠിക്കുക, ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടുന്നു, ഏരിയ കൂടിയാൽ എന്ത് കുറയുന്നു? റെസിസ്റ്റൻസ് കുറയുന്നു. R is equal to rho L by A എന്ന് കിട്ടുന്നു. അതായത് റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയെ സൂചിപ്പിക്കുന്നു. ഇനി റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓം ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. ഇനി റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് പഠിച്ചോളുക. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓം മീറ്റർ ആണ്. അപ്പോൾ പഠിച്ചോളുക, ഒരു സർക്യൂട്ടിൽ കൂടിയുള്ള ഇലക്ട്രിസിറ്റി ഫ്ലോയെ ഒപ്പോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് കമ്പോണന്റ് ആണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഇവയുടെ ഈ എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസിന്റെ R എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. സിമ്പിൾ അറിയാം നമുക്ക്. സിമ്പിളിൽ ആരോ കൂടി വന്നാൽ വേരിയബിൾ റെസിസ്റ്റർ ആണ്. വേരിയബിൾ റെസിസ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് കമ്പോണന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റിയോസ്റ്റാറ്റ് ആണ്. ഇനി റെസിസ്റ്റൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. അടുത്ത് സ്വഭാവം മാറുന്നതനുസരിച്ച് എന്ത് മാറിക്കൊണ്ടിരിക്കുന്നു? റെസിസ്റ്റൻസ് മാറുന്നു. അതുപോലെ രണ്ട് ലെങ്ത് കൂടിയാൽ എന്ത് കൂടുന്നു? റെസിസ്റ്റൻസ് കൂടുന്നു. അപ്പോൾ ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R. അടുത്ത ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് മൂന്നാമത്. അത് കൂടിയാൽ എന്ത് കുറയുന്നു? റെസിസ്റ്റൻസ് കുറയുന്നു. അപ്പോൾ R ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതിന് പകരം R പ്രൊപ്പോർഷണൽ ടു നമ്മൾ എന്തെന്നായിരുന്നു? 1/A. 1/A എന്തിനെ സൂചിപ്പിക്കുന്നത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. A കൂടിയാൽ എന്ത് കുറയുന്നു എന്നർത്ഥം? റെസിസ്റ്റൻസ് കുറയുന്നു എന്നർത്ഥം. ഇപ്പോൾ രണ്ടും കൂടെ ചേർന്ന് നമുക്ക് R പ്രൊപ്പോർഷണൽ ടു L by A. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻമെന്റ് നമ്മൾ കോൺസ്റ്റന്റ് കൊടുക്കുന്നതാണ് റോ. ആ റോ അറിയപ്പെടുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് കാൾഡ് എന്ന് പറയാം നമുക്ക് റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നെങ്കിൽ ആലോചിച്ചോണം, യൂണിറ്റ് ഏരിയയും യൂണിറ്റ് ലെങ്തും ഉള്ളതിന്റെ റെസിസ്റ്റൻസിനെയാണ് എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്ന ഓം മീറ്റർ ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഏതാണ്? ഓം മീറ്റർ ആണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഏതാണ്? ഓം മീറ്റർ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് ഈ പാഠത്തിലേക്ക് കടക്കുന്നതിന് പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ഓംസ് ലാ. ഓംസ് ലാ അതിന് ഡെഫിനിഷൻ ഒന്നും വേണ്ട, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഓംസ് ലായിൽ വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? VIR. ഓംസ് ലായിൽ വരുന്ന അക്ഷരങ്ങൾ ഏതാണ്? VIR. V എന്തിനെ സൂചിപ്പിക്കുന്നു? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. V എന്തിനെ സൂചിപ്പിക്കുന്നു? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. യൂണിറ്റ് വോൾട്ട്. ഇനി I എന്തിനെ സൂചിപ്പിക്കുന്നു? ഇന്റൻസിറ്റി ഓഫ് കറണ്ട്. ഇന്റൻസിറ്റി ഓഫ് കറണ്ട്. ഇനി യൂണിറ്റ് എന്താണ്? ആംപെയർ. അടുത്ത് R എന്തിനെ സൂചിപ്പിക്കുന്നു? റെസിസ്റ്റൻസ്. ഇനി യൂണിറ്റ് എന്താണ്? ഓം. അപ്പോൾ ഈ ഓംസ് ലായിൽ വരുന്ന ലെറ്റർ ഏതൊക്കെയാണ്? വിയും ഐയും ആറും. V പൊട്ടൻഷ്യൽ ഡിഫറൻസ്, I ഇന്റൻസിറ്റി ഓഫ് കറണ്ട്, R എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രിക് കറണ്ട്, പിന്നെ ഏതാണ്? റെസിസ്റ്റൻസ്. ഇവയെ കണക്ട് ചെയ്യുന്ന ലാ ആണ് എന്ന് പറയുന്ന ഓംസ് ലാ. ഓംസ് ലായുടെ ഇക്വേഷൻ മതി നമുക്ക്. V ഈസ് ഈക്വൽ ടു IR. V ഈസ് ഈക്വൽ ടു എന്തെന്നാണ്? IR. ഓംസ് ലായുടെ ഇക്വേഷൻ എന്താണ്? IR. ഡെഫിനിഷനൊക്കെ നിങ്ങൾക്ക് അറിയാം. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ ഒരു കണ്ടക്ടറിൽ കൂടിയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിൽ കൂടിയുള്ള എന്തിന് അനുപാതമായിരിക്കും? ഇലക്ട്രിക് കറണ്ടിന് അനുപാതമായിരിക്കും എന്ന് പറയുന്നതാണ് എന്ന് പറയുന്നത് ഓംസ് ലാ എന്ന് പറയുന്നത്. നമുക്ക് ആ ഡെഫിനിഷൻ ഒന്നും വേണ്ട, അക്ഷരങ്ങൾ പഠിക്കാൻ വിയും ഐയും ആറുമാണ്. ഇവയെ കണക്ട് ചെയ്യുന്ന ലായാണ് എന്ന് പറയുന്നത് ഓംസ് ലാ. V പൊട്ടൻഷ്യൽ ഡിഫറൻസ്, I ഇന്റൻസിറ്റി ഓഫ് കറണ്ട്, R എന്ന് പറയുന്നത് ഏതാണ്? റെസിസ്റ്റൻസ്. ഇനി നമുക്ക് ഇവിടുന്ന് ഓരോന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പഠിക്കണം. അതിനിങ്ങനെ ട്രയാങ്കിൾ ഉപയോഗിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ VIR
കണ്ടക്ടർ. അപ്പം നമുക്ക് പറയാം, ഇവിടുന്ന് പഠിച്ചോണം, V is equal to IR, V is equal to IR, V is equal to IR, V is equal to IR. അടുത്ത V by I, V by I, ഇത് ഡിവൈഡിനെ സൂചിപ്പിക്കും. V by I is equal to എന്തെന്ന് കിട്ടും നമുക്ക്? R എന്ന് കിട്ടും. ഇനി V by R is equal to നമുക്ക് എന്തെന്ന് കിട്ടും? I എന്ന് കിട്ടും. ഒരു കാരണവശാലും ഇത് മറന്നു പോകരുത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇതാണ് ഈ പാഠത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. V is equal to IR, V is equal to IR, V by I, V by I is equal to R, V by R is equal to I, V by R is equal to I. അപ്പോൾ ഈ പാഠത്തിന് ഇമ്പോർട്ടൻ്റ് ആയ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞു. അപ്പം ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം. പാഠത്തിൻ്റെ പേര് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ നോക്കുക, എന്താണ് എഫക്ട്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എഫക്ട്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ഇലക്ട്രിക് ബൾബുണ്ട്, ഇലക്ട്രിക് ബൾബുണ്ട്. ആ ഇലക്ട്രിക് ബൾബിൽ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ടു ഗെറ്റ് ലൈറ്റ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? പ്രകാശം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ടു ഗെറ്റ് ലൈറ്റ്. നമ്മുടെ കയ്യിലൊരു ബൾബുണ്ട്, അത് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ലൈറ്റ്, പ്രകാശം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ നോക്കിയാണ്, ഇവിടെ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു. മെയിൻ പാർട്ട് ലൈറ്റ് എനർജിയാണ്. ഇതിനോടൊപ്പം ഏതും ഉണ്ടാവാറുണ്ട്? ഹീറ്റ് എനർജി ഉണ്ടാവാറുണ്ട്. അതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു, നമ്മൾ പരിഗണിക്കുന്നില്ല. നമുക്ക് ഇലക്ട്രിക് ബൾബിൻ്റെ ഉപയോഗം ലൈറ്റ് കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇലക്ട്രിക് എനർജി എന്തായിട്ട് മാറുന്നു? ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു. ഇനി ഇതേ കണക്ക് തന്നെ നമ്മുടെ കയ്യിൽ ഒരു ഇലക്ട്രിക് ഫാൻ ഉണ്ട്. ഫാൻ നമുക്കറിയാം, വിൻഡ്, കാറ്റ് കിട്ടാൻ വേണ്ടിയാണ്. എന്തിനു വേണ്ടി? ടു ഗെറ്റ് വിൻഡ്, കാറ്റ് കിട്ടാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക് ഫാൻ ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നു. അത് എന്തായിട്ട് മാറുന്നു? നമുക്ക് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു. യാന്ത്രികോർജ്ജമായിട്ട്. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. ഇനി നമ്മുടെ കയ്യിൽ ഒരു ഇലക്ട്രിക് അയൺ ഉണ്ട്. ഇലക്ട്രിക്കൽ അയൺ ഉണ്ട്. ഈ അയൺ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡ്രൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? പ്രധാനമായിട്ട് തുണിയൊക്കെ തേക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക്കൽ അയൺ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സോൾഡറിങ് അയൺ ഉണ്ട്. അതുപോട്ടെ, അപ്പോൾ ഇലക്ട്രിക് അയൺ ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രിക് അയണിനകത്ത് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നു. അത് എന്ത് എനർജി ആയിട്ടാണ് മാറുന്നത്? ഹീറ്റ് എനർജി ആയിട്ടാണ് മാറുന്നത്. ഇവിടെ നമ്മൾ ഇലക്ട്രിക് ബൾബിനകത്ത് എന്ത് കൊടുത്തു? ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു. അത് ലൈറ്റ് എനർജി ആയിട്ട് മാറി. ഇനി ഇലക്ട്രിക് ഫാനിനകത്ത് നമ്മൾ എന്ത് കൊടുത്തു? ഇലക്ട്രിക് എനർജി കൊടുത്തു. അത് എന്തായിട്ട് മാറി? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറി. അപ്പോൾ ഇലക്ട്രിക്കൽ അയണിനകത്ത് നമ്മൾ എന്ത് കൊടുത്തു? ഇലക്ട്രിക് എനർജി കൊടുത്തു. അത് എന്ത് എനർജി ആയിട്ട് മാറി? ഹീറ്റ് എനർജി ആയിട്ട് മാറി. ഇനി അപ്പോൾ നോക്കിയാണ്, ഇവിടെയൊക്കെ നമ്മൾ സപ്ലൈ ചെയ്തത് ഇലക്ട്രിക്കൽ എനർജിയാണ്. പക്ഷേ നമുക്ക് കിട്ടിയത് ഒന്നിൽ ലൈറ്റ് എനർജിയാണ് നമുക്ക് വേണ്ടിയിരുന്നത്, ഒന്നിൽ മെക്കാനിക്കലാണ് കിട്ടിയത്, അടുത്ത എന്തായിട്ട് കിട്ടി? ഹീറ്റ് എനർജി ആയിട്ട് കിട്ടി. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ സ്റ്റോറേജ് ബാറ്ററി ഉണ്ട്. സ്റ്റോറേജ് ബാറ്ററി. ആ ബാറ്ററി ചാർജ് ചെയ്യുന്നു. ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? കെമിക്കൽ എനർജി ആയിട്ട് മാറും. ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? കെമിക്കൽ എനർജി ആയിട്ടും. അതേസമയം ഈ സ്റ്റോറേജ് ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുന്നു. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ പഠിച്ചുകൊള്ളണം, കെമിക്കൽ എനർജി എന്തായിട്ടാണ് മാറുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് എനർജി എന്ത് എനർജി ആയിട്ട് മാറുന്നു? കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അപ്പോൾ നോക്കിയാണ്, ഇവിടെ ഓരോ സ്ഥലങ്ങളിൽ, ഒരു സ്ഥലത്ത് ലൈറ്റ് കിട്ടി, ഒരു സ്ഥലത്ത് എന്ത് കിട്ടി? കാറ്റ് കിട്ടി, എന്നല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി കിട്ടി. അടുത്ത സ്ഥലത്ത് എന്ത് കിട്ടി? ഹീറ്റ് എനർജി കിട്ടി. ഒരു സ്ഥലത്ത് കെമിക്കൽ എനർജി കിട്ടി. എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിയെ ഓരോ ഡിവൈസും ഓരോ രീതിയിലാണ് വിനിയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയെ ഓരോ ഡിവൈസും ഓരോ രീതിയിലാണ് വിനിയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഇലക്ട്രിക്കൽ എനർജിയെ എങ്ങനെ ഉപയോഗിക്കുന്നു, യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേമാണ് ഏതെന്ന് പറയുന്നത്? എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ അപ്ലയൻസ് ഇലക്ട്രിക്കൽ എനർജിയെ എങ്ങനെ യൂസ് ചെയ്യുന്നു, വിനിയോഗിക്കുന്നു എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇലക്ട്രിസിറ്റിക്ക് കുറച്ച് എഫക്റ്റുകളുണ്ട്. അതുകൂടി പറഞ്ഞ് നമുക്ക്
ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. ഇലക്ട്രിസിറ്റിക്ക് പ്രധാനമായിട്ടും കുറച്ച് എഫക്റ്റുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ലൈറ്റ് കിട്ടി, അപ്പോൾ ഏത് എഫക്റ്റാണ്? ലൈറ്റിംഗ് എഫക്റ്റ്. ലൈറ്റ് കിട്ടിയോണ്ട് ഏത് എഫക്റ്റാണ്? ലൈറ്റിംഗ് എഫക്റ്റ്. അടുത്ത രണ്ട്, നമുക്ക് എന്ത് കിട്ടി? കറങ്ങി. ഇപ്പോൾ പറഞ്ഞാൽ ഏത് എഫക്റ്റാണ്? മെക്കാനിക്കൽ എഫക്റ്റ്. മെക്കാനിക്കൽ എഫക്റ്റ്. മെക്കാനിക്കൽ എഫക്റ്റ്. അതുപോലെ തന്നെ ചാർജ് ചെയ്തു, അപ്പോൾ ഏത് എഫക്റ്റ്? കെമിക്കൽ എഫക്റ്റ്. കെമിക്കൽ എഫക്റ്റ്. അതുപോലെ തന്നെ പിന്നെയുമുണ്ട് മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്. ഏതുണ്ട്? മാഗ്നറ്റിക് എഫക്റ്റ്. മാഗ്നറ്റിക് എഫക്റ്റ്. ഇപ്പോൾ ലൈറ്റിംഗ് എഫക്റ്റ് ഉണ്ട്, മെക്കാനിക്കൽ എഫക്റ്റ് ഉണ്ട്, കെമിക്കൽ എഫക്റ്റ് ഉണ്ട്, മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അയൺ ബോക്സിന്റെ കാര്യം പറയാം. അന്നേരം എന്താണ് ഉണ്ടായത്? ഹീറ്റ് എനർജിയാണ് ഉണ്ടായത്. അപ്പോൾ ഏത് എഫക്റ്റ് ആണ്? ഹീറ്റിംഗ് എഫക്റ്റ്. ഇപ്പോൾ ഏത് എഫക്റ്റ് ആണ്? ഹീറ്റിംഗ് എഫക്റ്റ്. അപ്പോൾ ഇലക്ട്രിസിറ്റിയിലെ പ്രധാന എഫക്റ്റുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നു. ഒന്ന്, ഇവിടെ പ്രധാനപ്പെട്ട എഫക്റ്റുകൾ ഒന്നെന്ന് പറയുന്നത് ലൈറ്റിംഗ് എഫക്റ്റ്, ഒന്നെന്ന് പറയുന്നത് ലൈറ്റിംഗ് എഫക്റ്റ്, രണ്ടെന്ന് പറയുന്നത് മെക്കാനിക്കൽ എഫക്റ്റ്, മൂന്നെന്ന് പറയുന്നത് കെമിക്കൽ എഫക്റ്റ്, നാലെന്ന് പറയുന്നത് മാഗ്നറ്റിക് എഫക്റ്റ്, അഞ്ചെന്ന് പറയുന്നത് ഏതാണ്? ഹീറ്റിംഗ് എഫക്റ്റ്. ഇതിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആരെയൊക്കെ കുറിച്ചാണ്? ലൈറ്റിംഗ് എഫക്റ്റിനെയും ഏതിനെയും കുറിച്ചാണ്? ഹീറ്റിംഗ് എഫക്റ്റിനെയും കുറിച്ചാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഏതൊക്കെ എഫക്റ്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്? ലൈറ്റിംഗ് എഫക്റ്റിനെ കുറിച്ചും ഹീറ്റിംഗ് എഫക്റ്റിനെയും കുറിച്ചാണ്. അതിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ ചാപ്റ്ററിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ആദ്യം തന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയുടെ എഫക്റ്റിനെ കുറിച്ചാണ്. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോണിക് അപ്ലയൻസ് അല്ലെങ്കിൽ ഡിവൈസ് ഇലക്ട്രിക് എനർജി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് എഫക്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് എഫക്റ്റായ ലൈറ്റിംഗ് എഫക്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഹീറ്റിംഗ് എഫക്റ്റിനെയും കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.